എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആദർശ് നയനയെ കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നീ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് കരള് പകത്ത് നൽകുന്ന. കാരണം അമ്മ അത്രമാത്രം നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നീ മനസ്സിൽ വെക്കാതെയല്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വലിയ ത്യാഗം ചെയ്തതെന്ന് ചോദിക്കുക. ഇത് കേട്ട നയന പറഞ്ഞു, ഞാനിപ്പോ അമ്മയ്ക്കെന്നല്ല ആർക്കാണേലും എന്റെ കരള് പകത്ത് നൽകിയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പം അമ്മയ്ക്കാണേലും ശരി, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ആദർശേട്ടാ. അതിനകത്ത് ഇപ്പം വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ആദർശോട് നിനക്ക് അങ്ങനെ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ലെന്ന് പറയാം. നയന പറഞ്ഞു, ഞാനിപ്പോഴും അമ്മേനെ കാണുന്നേ എൻ്റെ അമ്മായിമ്മയായിട്ട് തന്നെയാ. കാരണം എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് ഞാൻ അമ്മേനെ സ്നേഹിക്കുന്നത്. പക്ഷെ അമ്മ എന്നെ മനസ്സിലാക്കാത്തെ. അതിനകത്ത് എനിക്ക് വിഷമമൊന്നുമില്ല ആദർശേട്ടാ. അമ്മ എന്റെ എത്രമാത്രം ദ്രോഹിച്ചാലും ഞാൻ അമ്മേനെ സ്നേഹിക്കും. അതിപ്പം ഞാൻ മരിക്കുന്നോടം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ട ആദർശ് പറഞ്ഞു, അതെനിക്കറിയാം. അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ആ വീട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് അമ്മേ, എന്നിട്ട് പോലും ഒരു പരാതിയും പരിഭവം പറയാതല്ലേ നീ ആ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞേ. ഇപ്പൊ എനിക്ക് അതൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് തന്നെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. പെട്ടെന്ന് അതിന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആദർശാണ്ട് ഇപ്പൊ വിഷമിക്കേണ്ടെന്ന് പറയാം. മുത്തശ്ശനും മുത്തശ്ശിയും അറിഞ്ഞു കഴിഞ്ഞുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനോർത്ത് എപ്പോഴാണെങ്കിലും അവരെ അറിയേണ്ടതല്ലേ. ആദർശ് പറഞ്ഞു, അത് ശരിയാ. മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും വിഷമമായിരുന്നു. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട്. അവരോട് പറഞ്ഞില്ലോ ആ എന്നൊരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും അവസാനം കാര്യങ്ങളൊക്കെ അവല അറിഞ്ഞല്ലോ. ഇനി സമാധാനമായി. ഇനിയിപ്പൊ അമ്മയും കൂടെ അറിഞ്ഞാൽ മതി. അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിന്നെ അംഗീകരിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു. മകരവിളക്കിന് മലയ്ക്കുന്ന് പോയിട്ട് വന്നോട്ടെ. പിന്നെ നിന്നെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോകും. ഒരു പോറല് പോലും നിനക്ക് വരാൻ പിന്നെ സമ്മതിക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും നിന്നെ ആരും നോവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. നയന പറഞ്ഞു, അതിന് കാര്യമില്ല ആദർശേട്ടാ, അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ പഴയതുപടി തന്നെ ആയിരിക്കും ഇനിയെന്ന് പറയാം. അങ്ങനെ എന്തേലും സ്വഭാവം എടുത്തോണ്ട് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആദർശന് എന്ത് ചെയ്യണമെന്നറിയാം. ഇത്രയും കാലത്തെ എന്റെ മുഖമായിരിക്കില്ല അമ്മ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇനിയാണ് അമ്മ ആദർശിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പറയാണ്. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവിടുന്ന് ആദർശ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു വന്നിട്ട് പറഞ്ഞു, അതെ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ആദർശന്റെ ഇപ്പം ചേച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട നയന പറഞ്ഞു, അത് പിന്നെ മുമ്പത്തെ സ്വഭാവമായിരുന്നെങ്കിൽ ആദർശാൻ ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഈ കരള് ദാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദർശൻ എന്നെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകാൻ തുടങ്ങുന്ന സമയത്താണല്ലോ ആദർശ എന്നെ കൊണ്ട് അമ്മ മാല ഇടിച്ചെന്ന് പറയാം. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മിക്കവാറും ദേ ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് ഭഗവാനായിട്ട് കൊടുത്ത ശിക്ഷയായിരിക്കും ഇത്. അതുകൊണ്ടല്ലേ ഈ അവസ്ഥയെ കിടക്കണമെന്ന് വെക്കാം. അങ്ങനെയൊന്നും പറയരുത് നന്ദു. നമ്മളൊരു മനുഷ്യന്റെ ആപത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യലെന്ന് പറയാം. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്ത നയനച്ചി. പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറയാം. അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഒരു വിഷവെത്താണല്ലോ ഇപ്പൊ അങ്ങോട്ട് വന്നു കയറിയിരിക്കുന്നത് ആ അനാമിക കാരണം വെച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തോളം എന്ന് പറയാം. അങ്ങനെയൊന്നും പറയില്ല നന്ദു. അനിയുടെ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ആദർശേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ എന്ത് വിഷമമുണ്ടെന്നറിയാം അനിയുടെ കാര്യത്തില്. അവന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും അത്രമാത്രം കഷ്ടപ്പെട്ടെ. എന്നിട്ടും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമമെന്ന് പറയാം. അനാമിക ഇപ്പോഴും അനിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. അനി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവന്റെ മുഖം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ സങ്കടമാണ് വരുന്നത്. നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ വരുന്നുണ്ടെന്ന് പറയാം. നന്ദു പറഞ്ഞു, അത് ശരിയാ, ഓരോരുത്തർക്ക് വിധിച്ചല്ലേ കിട്ടുള്ളൂ അല്ലേ ചേച്ചി എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പെട്ടെന്ന് പോവാണ്. നയനയ്ക്ക് മനസ്സിലായി നന്ദുവിന് വിഷമമായിട്ടാ നന്ദു പോയെന്നുള്ളത്. ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, അല്ല നയന മോൾക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ലെ എന്ത് സമ്മാനം? ഇപ്പൊ എന്ത് സമ്മാനം കൊടുത്താലും മതിയാവും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ കാര്യമില്ല ചെയ്തേ. അല്ലേലും എനിക്ക് അറിയായിരുന്നു. അതെ നയനമോളെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലേക്ക് വന്നു കയറേണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു. അന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അന്ന് അവർ രണ്ടുപേരും ഒന്നിച്ച സമയത്ത് പുരോഹിതൻ പറഞ്ഞ ചേരേണ്ട ജാതകങ്ങൾ തമ്മിലാ ചേർന്നേ. ഐശ്വര്യം കൊണ്ടായിരിക്കും ഇവള് കയറി വരുന്നതെന്ന്. അതുപോലെ തന്നെ സത്യമായി തീർന്നില്ലേ വസുന്ധരേന്ന് ചോദിക്കാം. വസുന്ധരാമ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, പൈസയൊന്നും കൊടുത്താൽ മേടിക്കുമെന്ന് തോന്നില്ല. നമുക്ക് സ്വർണം എന്തെങ്കിലും കൊടുത്താലോന്ന് ചോദിക്കാം. സ്വർണം മേടിക്കുമെന്ന് തോന്നില്ല. നയനമോള് പ്രതിഫലം ഒന്നും ആഗ്രഹിച്ചല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്രയാളും വീണ്ടും വീണ്ടും കൊടുക്കാൻ തോന്നും. നമ്മളോട് ഒന്നും ഇതുവരെയും ചോദിച്ചില്ല. അത് ഇവിടെയാണെങ്കിലും ശരി, അവൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നുമില്ല. ഇത് കേട്ട വസന മുത്തശ്ശി എനിക്ക് കാര്യം ചെയ്യാം, ഞാൻ എന്റെ ആഭരണപ്പെട്ടി എടുത്തോണ്ട് വട്ടെ എന്ന് പറഞ്ഞ മുത്തശ്ശി എന്ത് ചെയ്യണം, ആഭരണപ്പെട്ടി എടുത്തോണ്ട് വരുവാണ്. ആഭരണപ്പെട്ടി എടുത്തോണ്ട് വന്നിട്ട് അത് തുറക്കണം. അപ്പൊ അതിനകത്ത് വലിയൊരു മാലയുണ്ട്, നെക്ലേഴ്സ് പോലെ ഒരു മാലയുണ്ട്. ഒരു കുറെ പാവം വരുന്നൊരു മാലയാണ്. ആ മാല എടുത്തതിന് കാണിച്ചിട്ട് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, ഇത് നമുക്ക് നയനമോൾക്ക് കൊണ്ട് കൊടുക്കാന്ന് പറയാണ്. ഇതേ ഇതിനകത്തിരിക്കുന്ന ആഭരണങ്ങൾ മൊത്തം ഇനി കൊടുത്താലും മതിയാകത്തില്ല.
കാരണം അത്രയ്ക്ക് വലിയ കാര്യമില്ല നയനമോള് ചെയ്തെന്ന് പറയണം. അങ്ങനെ മുത്തശ്ശി ഈ ആഭരണമൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. ജലജ കണ്ടിത്. ജലജയുടെ കണ്ണ് മഞ്ഞളിച്ചു. സ്വർണം കണ്ടു കഴിഞ്ഞപ്പോ തരും. ജലജ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മ ഇതെന്താ ഇതൊക്കെ എടുത്ത് വിളിച്ചോണ്ടിരിക്കുന്ന ചോദിക്കാം. ഇത് കേട്ടതും വസുന്ധര പറഞ്ഞു, അത് കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇതെന്താ ആർക്കേലും കൊടുക്കാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, എന്താ ആർക്കേലും കൊടുക്കാനാണെങ്കിൽ അല്ല, ഞാൻ ചോദിച്ച ഇനിയിപ്പോ അനാമികയോ മറ്റോ കൊടുക്കാനാണോന്ന്. ഓ, അനാമികനെ മാത്രം നീ കണ്ടല്ലോന്ന് ചോദിക്കും ഈ കുടുംബത്തില്. അല്ല, പുതിയതായിട്ട് കാര്യം വന്ന മരുമകള് അനാമികയാണല്ലോ, മിക്കവാറും അനാമികയ്ക്ക് കൊടുക്കാനായിരിക്കും, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. ഇത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് ഞങ്ങൾ തീരുമാനിക്കട്ടെ ആർക്ക് കൊടുക്കണോ വേണ്ടയോന്ന് എന്ന് പറയാണ്. ജലജ പറഞ്ഞു, അല്ല കൊടുക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല, ഇത്രയും കാലമായി ഇതുവരെ ആയിട്ട് എനിക്കൊന്നും ഇതുവരെയായിട്ട് ആരും തന്നിട്ടില്ലെന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, നീ അങ്ങനെയാ പറയുള്ളൂന്നറിയാം, നിനക്കും നിന്റെ മോനും ഒക്കെ എന്നും സ്വർണത്തോടും പണത്തോടും അല്ല ആക്രാന്തം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ അങ്ങനെ കണ്ടില്ല. പക്ഷെ ഈ കുടുംബത്തില് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് തിരിച്ചറിയാനായിട്ട് നീ നീ ഒന്നും ശ്രമിച്ചിട്ടുമില്ല, നിനക്കൊന്നും ഇനി അതിന് കഴിയത്തുമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, അല്ല അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ജലജ, തൽക്കാലത്തേക്ക് നീ ഇത്ര നോട്ടം ഉണ്ടാ, നിനക്ക് എന്തായാലും ഇത് കിട്ടാൻ പോണില്ലെന്ന് പറയാം. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, എത്ര കിട്ടിയാലും മതിയാകത്തില്ലോ നിനക്കും നിന്റെ മോനും. നിന്റെ മോൻ പിന്നെ ദൂർത്തടിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണല്ലോ, എത്രമാത്രം അടിച്ചോണ്ട് പോയിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ, എന്നിട്ട് അവന് തികയുന്നുണ്ടോ? ഇല്ലല്ലോ. വീണ്ടും നിനക്ക് ഇങ്ങനെ വന്ന് നോക്കിക്കാൻ നാണമില്ല ജലജയെന്ന് ചോദിക്കുക. ജലജയ്ക്ക് മനസ്സിലായി ഇത് ആർക്കോ കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നയനയ്ക്കായിരിക്കുമോ അല്ലെങ്കിൽ അനാമയ്ക്കായിരിക്കും? അനാമയ്ക്കാണോ? അങ്ങനെ ചില സംശയങ്ങൾ, ആർക്കാ എങ്ങോട്ടോ കൊണ്ടുപോകണം നോക്കണം എന്നൊക്കെ കരുതി ജലജ അങ്ങനെ മാറി നിൽക്കുകയാണ് അങ്ങോട്ട്. പിന്നീട് മുത്തശ്ശി അതൊക്കെ അടച്ചു വെച്ചിട്ട് മുത്തശ്ശനോട് നമുക്ക് പോയിട്ട് വന്നാലോ, നയനയ്ക്ക് ഇത് കൊണ്ടേ കൊടുത്തിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നയനയെ കാണാനായിട്ട് വീണ്ടും പോവാണ്. ഈ സമയം ജലജ നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പോകുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇത് മിക്കവാറും നയനയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പോകുന്നതായിരിക്കും. അങ്ങനെ വരാൻ വഴിയുള്ളൂ. ഈ വീട്ടിലുള്ളവർക്കവിടെ കൊടുക്കണ്ടല്ലേ? അപ്പൊ ഈ വീട്ടിലുള്ളവർക്കല്ല. പെട്ടെന്ന് ജലജ നേരെ ജാനകിയുടെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവർ രണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ജാനകി കറിക്കൊക്കെ ഒരുക്കൊണ്ടിരിക്കുക. അപ്പോൾ അനാമിക അടുത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് ഇരുന്നേ. അതെ, നിങ്ങൾ ഇവിടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാളാൻ പറയണം, കറക്കി വരിഞ്ഞോണ്ടിരുന്നാളാൻ പറയണം. എന്താ ചേച്ചി, എന്താ കാര്യം? അവളുണ്ടല്ലോ ആ നയന ഈ വീട്ടിലെ സ്വത്തുക്കളും സ്വർണ്ണം മണവും മൊത്തം അടിച്ചുകൊണ്ട് പോകുന്ന ലക്ഷണം ഞാൻ കാണുന്നുണ്ടെന്ന് പറയാ. അല്ല, അതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ? അതെ, അച്ഛനും അമ്മയും ചേർന്നിട്ട് ഇവിടുത്തെ കുറെ സ്വർണ്ണം എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് പറയണം. സ്വർണ്ണം എടുത്തോണ്ട് പോയെന്ന് എങ്ങോട്ട്? നയനയ്ക്ക് കൊടുക്കാനായിരിക്കും, വേറെ ആർക്ക് കൊടുക്കാനായിട്ടാ? ഞാനോടത്ത് അനാമിക മോൾക്ക് കൊടുക്കാനായിരിക്കും എന്ന്. പക്ഷെ അനാമിക മോൾക്ക് തന്നില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? നയനയ്ക്ക് കൊടുക്കാനായിട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുന്നു പറയാം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അതെന്തിനാ ഇപ്പൊ അവൾക്ക് കൊണ്ടേ കൊടുക്കണേ? അവിടെ ചിലപ്പോ ഇങ്ങോട്ട് വരാത്തോണ്ട് ഇനിയിപ്പൊ അവളെ വിളിച്ചോണ്ട് വരാനായിട്ട് ആ സ്വർണം കൊണ്ടേ കൊടുത്ത് മയക്കി എടുത്തോണ്ട് വരാനായിരിക്കും. ജാനകി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയാട്ടോ, അവൾക്ക് എന്തിനാ ഇതൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെങ്ങനെയാ? അവളാണെങ്കിൽ തട്ടിച്ചെടുക്കാൻ അവൾ മിടിക്കാണല്ലോ എന്ന് പറയണം. അനാമിക പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കാരണം ഇനിയിപ്പൊ മുത്തശ്ശനെ സോപ്പിട്ട് തന്നാലും തനിക്കും എന്തായാലും കിട്ടുള്ളൂന്നൊക്കെ മനസ്സിലായി. ജലജ പറഞ്ഞു, ആ മാല എത്ര പവന്റെ ആണെന്നറിയാവോ? ലക്ഷങ്ങളുടെ വിലയുള്ള മുതലും കൊണ്ടാ പോയേക്കുന്നേ. അത് മിക്കവാറും അവൾക്ക് തന്നെ കൊടുക്കാനായിരിക്കും. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, എന്നാ ഇന്ന് അച്ഛനും അമ്മയും വരുമ്പോ ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു, അതെ, അവള് ചിലപ്പം എന്തായാലും ചോദിച്ചു കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അവളല്ലെങ്കിൽ എന്തായാലും തന്ത്രം പ്രയോഗിച്ചു കാണും, അതിനകത്ത് മുത്തശ്ശിയും വീണ് കാണുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, അത് ശരിയാ, അക്കാര്യത്തിൽ അവള് മിടിക്കുക. എല്ലാവരും സോപ്പിട്ട് നിൽക്കാണ്ട് അവൾക്ക് ഒരു പ്രത്യേക കഴിവാ. അവളുടെ സോപ്പിടിയില് ഇപ്പൊ ഏട്ടത്തിന്റെ അടുത്ത് എന്റെ അടുത്തും ഈ ജലജയുടെ അടുത്തൊന്നും നടക്കാത്തുള്ളു. ബാക്കി ആണുങ്ങളെ എല്ലാവരും അവൾ സോപ്പിട്ട് നിർത്തിയിരിക്കുമല്ലേ. ആദർശിനെ ജയേട്ടനെ വരെ അവൾ കൈയടത്തി വെച്ചിരിക്കുമല്ലേ. എന്തിനേറെ പറയുന്നു, എന്റെ ഭർത്താവിനെ മോളെ പോലും അവള് കയ്യിലടക്കി വെച്ചിരിക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവളെ കാണാനായിരിക്കും പോയിരിക്കുന്നു പറയണം. അവർക്ക് ആർക്കും സഹിച്ചില്ല. ഈ സമയം മുത്തശ്ശിയും നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനയം കോന്നിനെ ഇറങ്ങി വന്നു. പിന്നീട് നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ നയന വെച്ച്, എന്താ മുത്തശ്ശ, എന്താ പറ്റിയെന്ന് ചോദിക്കാം. ഇത് കേട്ട് മുത്തശ്ശൻ പറഞ്ഞു, അതെ, മോളെ വീണ്ടും ഒന്ന് കാണണം എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറയാണ്. അല്ല, എന്താ മുത്തശ്ശൻ, എന്തേലും കാര്യം? അത് പിന്നെ അതങ്ങ് എടുത്ത് കൊടുക്കണോന്ന് പറയാണ്. മുത്തശ്ശൻ എന്ത് ചെയ്യണം? ആ വലിയ നെക്ലേഴ്സ്, ആ വില പിടിച്ച നെക്ലേഴ്സ് അങ്ങെടുത്ത് കൊടുക്കുവാണ്. ഇത് കണ്ടപ്പോ നയന വെച്ചു, ഇതെന്താ മുത്തശ്ശി ഇതെന്ന് ചോദിക്കാം. ഇത് മോൾക്കുള്ള ഞങ്ങളുടെ ഒരു സമ്മാനം എന്ന് പറയണേ. സമ്മാനോ? ഇതെന്തിനാ ഇപ്പം? മോളെ, അതൊന്നും ചോദിക്കരുത്. മോൾക്ക് വേണം നമ്മുടെ ഒരാളൊരു സമ്മാനം തന്നു കഴിയുമ്പോ എന്തിനാന്നാണോ നമ്മൾ ചോദിക്കുന്നത്? അത് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കും. എന്താ മുത്തശ്ശി ഇങ്ങനെ? ഞാനൊന്നും ചോദിച്ചിട്ടില്ല, സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ടുമില്ലോ. ഞാൻ അമ്മയ്ക്ക് കരള് കൊടുത്തതിന് പകരമായിട്ടാണോന്ന് ചോദിക്കും. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ ആരിലും പറഞ്ഞിട്ടാണോ മോള് കരള് കൊടുത്തേ? ആദർശാണെങ്കിലും ജയനാണെങ്കിലും പറഞ്ഞല്ലേ വേണ്ട, ദേവനിക്ക് കരളും മോള് പകത്ത് കൊടുക്കണ്ടെന്ന്. എന്നിട്ട് അവര് പറയുന്ന ആരിലും മോള് കേട്ടോ? ഇല്ലല്ലോ.
മോള് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇതെന്താ എന്തിനാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. മോളങ്ങ് വാങ്ങിച്ചാൽ മതി, സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് പറയാ. നയനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെങ്ങാനും ഇനിയിപ്പം അമ്മ അറിഞ്ഞിട്ടുണ്ട് അത് മതി അടുത്ത പ്രശ്നം തുടങ്ങാനായിട്ട്. പെട്ടെന്ന് നയനയും ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പത്തേനും ചോദിച്ചു, അല്ല ഇനിയിപ്പോ ദേവേരുടെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ അടിക്കുന്നത്? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇതേ ഞാൻ തരുന്നാന്ന് പറയണം. എന്തേ ആദർശോട് ഞാൻ ചോദിച്ചു എന്താ കൊടുക്കണേന്ന്. അവന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള കൊടുത്താളാൻ പറഞ്ഞു. ഇത് മാത്രമല്ല ഇനിയുണ്ട് പുറകെ. മോള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വേണം, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി മോളെ ഞാൻ വീട്ടിലിരുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അന്ത മുത്തശ്ശ അങ്ങനെ പറഞ്ഞ് അതൊക്കെ ഉണ്ട്, മോള് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. ഇത്രയും കാലം മോൾ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഐശ്വര്യം മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാനും വസുന്ധരയും കൂടെ ചേർന്നിട്ട്. ഇനി മോൾ ഒരു കാരണവശാലും ആ അടുക്കളയിൽ കിടന്ന് നരയിക്കേണ്ട ആളല്ല, മോൾ അവിടെ ഇരിക്കേണ്ട ആളല്ല. മോൾക്കൊരു സ്ഥാനം തരാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറയാം. ഇത് കേട്ട നായന പറഞ്ഞു, വേണ്ടായിരുന്നു മുത്തശ്ശ ഇതൊന്നും. ഞാൻ ഇങ്ങനെ സ്ഥാനമാനങ്ങളോ ഈ സ്വത്തോ പണവോ ഇതൊന്നും ആഗ്രഹിച്ചല്ല ഒരിക്കലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. അല്ലെങ്കിലും ആ വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ സ്നേഹം മാത്രം ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതിലേക്കപ്പുറം എനിക്കൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് അറിയാം മോളെ, അതുകൊണ്ടല്ലേ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടേ തരുന്നേ. മോൾ ഒരിക്കലും അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നറിയാം. മോൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെയാ ഞങ്ങൾ ചെയ്തു തരുന്നത്. മോള് കാരണം കോടികളുടെ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. മോളുടെ അക്കൗണ്ടിലേക്ക് ആ പണമൊക്കെ ഇടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട നയനയൊന്ന് ഞെട്ടി, വേണ്ട മുത്തശ്ശ അതിന്റെ ആ കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. അതൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നു പറയണം. അങ്ങനെ അവര് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും കനയും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് അവരുടെ യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നയനെ ഇത് കാണിക്കുക. ഇത് കണ്ടപ്പോഴത്തേനും കനക പറഞ്ഞു, എന്റെ ഭഗവാനെ ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ മുത്തശ്ശനോട്, പക്ഷെ മുത്തശ്ശൻ കേട്ടില്ലെന്ന് പറയുവാണ്. ഗോവിന്ദൻ പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ അവരുടെ സന്തോഷത്തിനായിട്ട് കൊണ്ട് തന്നായിരിക്കും എന്ന് പറയാം. കനക പറഞ്ഞു, മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എന്റെ കണ്ണു മഞ്ഞളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എനിക്കറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് സ്വർണ്ണത്തോടും പണത്തോടും ഭയങ്കര ആർത്തി ആക്രാന്തമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഇത് കണ്ടാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. മോളെടുത്ത് വെച്ചോ, പോകുമ്പോ മോൾക്ക് കൊണ്ടാന്നൊക്കെ പറയണം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, അത് ശരിയാ, മുമ്പ് അമ്മ സ്വർണം കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. അതൊക്കെ ഓർത്ത് കഴിയുമ്പത്തിന് എനിക്കിപ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. കനക പറഞ്ഞു, അതേക്കുറിച്ചൊന്നും ഓർത്ത് മോൾ ഇപ്പൊ വിഷമിക്കണ്ട, എല്ലാം നേരെയാവുന്ന ഒരു ദിവസം വരുമെന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്നു.